വയനാട് പുൽപ്പള്ളിയിൽ ഭീതി പടർത്തുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ ഷൂട്ടർമാരെ നിയോഗിച്ച് മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത്. കാട്ടുപന്നി ശല്യം പരിഹരിക്കുന്നതിനായി തിരുവമ്പാടിയിൽ നിന്നും വിദഗ്ധ സംഘത്തെ എത്തിച്ച് തിരച്ചിലും തുടങ്ങി. കുടിയേറ്റ കാർഷിക മേഖലയായ മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ ജനങ്ങൾ കാട്ടുപന്നി ശല്യം മൂലം പൊറുതിമുട്ടുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റത്. സാഹചര്യം ഗുരുതരമായതിനെ തുടർന്ന് എത്രയും വേഗം കാട്ടുപന്നികളെ കൊല്ലാൻ തീരുമാനമെടുക്കുകയായിരുന്നു ഭരണസമിതി. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നടക്കാൻ പറ്റുന്നില്ല, വഴിയിലൂടെ ഓട്ടോറിക്ഷ തട്ടി മറിച്ചിടുന്നു, ബൈക്കുകാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന് കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടാനുള്ള അധികാരം ഉള്ളതുകൊണ്ട് തന്നെ ഈ 19 വാർഡുകളിലെ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യഘട്ടമെന്നോണം തദ്ദേശീയരായ 12 പേരടങ്ങിയ ഷൂട്ടർമാരെ നിയോഗിച്ചതിന് പുറമെ തിരുവമ്പാടിയിൽ നിന്നും വിദഗ്ധ സംഘത്തെ കൂടി സ്ഥലത്തെത്തിച്ചു. കാരണം ഞങ്ങളാരും ഗ്രൂപ്പായിട്ട് ഇതുപോലെ ഒരു കാട്ടുപന്നി വേട്ട നടത്തിയിട്ടില്ല. ഈ ഗ്രൂപ്പ് തിരിഞ്ഞ് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ ഈ മുഴുവൻ വാർഡുകളിലും ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. പിന്നീടങ്ങോട്ട് രാത്രി പകൽ ഭേദമന്യേ നടന്ന തിരച്ചിൽ. നാട്ടുകാരിൽ ഭീതി പടർത്തുന്ന കാട്ടുപന്നികളെ തുരത്താൻ മുള്ളൻകൊല്ലി പഞ്ചായത്ത് പൂർണ്ണ സജ്ജമാണ്. കാട്ടുപന്നികളെ ശാന്തരായിക്കോളൂ, നിങ്ങൾക്കായി തിരനിറച്ച തോക്കുകൾ ലോഡഡാണ്. ക്യാമറമാൻ മനു ദാമോദരനും പ്രകാശൻ പള്ളത്തിനുമൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.